ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ മാതൃകയാവും, ഓരോരുത്തർക്ക് മാതൃകയാവുക. നോക്കി, നിങ്ങൾ പണ്ഡിതന്മാർ പറയലുണ്ട്, മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അതായത് തൻ്റെ മാതാവ് എങ്ങനെയാണോ, തൻ്റെ പിതാവ് എങ്ങനെയാണോ, അതാണ് മക്കളായി അവരുടെ ജീവിതത്തിൽ, അവരുടെ രീതിയിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഇബാദത്തുകളിൽ ഉണ്ടാവുക എന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മാതൃകയാവണം. നമ്മുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകളാണ് ഉണ്ടാകേണ്ടത്. തമാശക്ക് പോലും പ്രിയപ്പെട്ടവരെ മക്കളോടൊരു കളവ് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, അല്ലിമു ഔലാദക്കും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം, അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലും. ഫഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തുകദ്ദിബു അലൈഹിം. നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുകദ്ദിബു അലൈഹിം, അവരോട് നിങ്ങൾ കളവ് പറയാൻ പാടില്ല. വഇദാ വഅതുമൂഹും ഫലാ തുഖല്ലിഫു വഅദകും. നിങ്ങൾ അവരോട് പ്രിയപ്പെട്ടവരെ കരാറ് പാലിച്ചാൽ അത് ലംഘിക്കാനും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമാണ്, നാളെ പോകാട്ടോ, നാളെ പോകാം. നമ്മൾ ആ പറയുമ്പോൾ തന്നെ എന്താ ചിന്തിക്കുക, നാളെ പോകാനൊന്നും കഴിയൂല. അല്ലെങ്കിൽ ഇമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വന്നാൽ ഇത് തരാം, നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല. നമ്മൾ കൊടുക്കോ? കൊടുക്കില്ല. പ്രിയപ്പെട്ടവരെ, കളവെന്ന ആദ്യ പാഠം ഒരുപക്ഷെ നമ്മിൽ നിന്നായിരിക്കും നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ടാവുക. അതിന്റെ കുറ്റക്കാരിക്ക കിട്ടുക, നമുക്കാ കിട്ടുക. അതിന്റെ പാപഫലം ആർക്കാ പ്രിയപ്പെട്ടവരെ കിട്ടുക? നമുക്കാണ് കിട്ടുക എന്ന ചിന്ത നമ്മിൽ ഉയർന്നേ മതിയാകൂ. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹൊക്കെ പറഞ്ഞത്, മഹാരഥന്മാരായ മുൻഗാമികൾ പരിചയപ്പെടുത്തിയല്ലോ. ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തുന്നൊരു വാക്കുണ്ട്, ലയകുൻ അവ്വല ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹുക ലിനഫ്സിക. തന്റെ സന്താനങ്ങളെ, തന്റെ കുടുംബം നല്ല രീതിയിൽ ആകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, ഇസ്ലാഹുക ലിനഫ്സിക, നീ നിന്റെ സ്വശരീരത്തെ ആദ്യം പരിശുദ്ധപ്പെടുത്തണം, ആദ്യം ക്ലിയർ ചെയ്യണം, ആദ്യം മനോഹരമാക്കണം. ഫഇന്ന ഉയൂനഹും മഅഖൂദത്തും ബിക. അവരുടെ കണ്ണുകൾ നിന്നിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഫൽ ഹസനു ഇൻദഹും മാ സനഅത വൽ കബീഹു ഇൻദഹും മാ തറക്ത. അവരുടെ നന്മകൾ നീ പ്രവർത്തിച്ചതാണ്, അവരുടെ തിന്മകൾ നീ ഉപേക്ഷിച്ചതാണെന്ന് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ കുടുംബം നന്മയിലാകാൻ നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇസ്ലാഹുക ലിനഫ്സിക, നമ്മുടെ സ്വന്തത്തെ ക്ലിയർ ചെയ്യണം, നമ്മുടെ സ്വന്തത്തെ ക്ലിയർ ചെയ്യണം. അത് ഒന്നാമത് പ്രിയപ്പെട്ടവരെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആയത്തുകൾ പറയുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് വിജയം പ്രാപിച്ചിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞതെന്താ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ. പിന്നീടുള്ള ആയത്തുകളിൽ പ്രിയപ്പെട്ടവരെ പല ഗൗരവമായ വിഷയങ്ങളും പഠിപ്പിച്ചു. പിന്നെയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിങ്ങൾക്ക് ഉറക്കത്തേക്കാൾ ഖൈറായത്, ഉത്തമമായത് നിസ്കാരമാണെന്ന് പ്രിയപ്പെട്ടവരെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുന്ന സമയത്ത് പുതച്ചു മൂടി കിടക്കുന്ന കുടുംബാംഗങ്ങളിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? എങ്ങനെയാണ് ആ കുടുംബം ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ പ്രാപ്തരാകുക? ആ കുടുംബത്തിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ വാഹകർ ഉണ്ടാവുക? സുബഹി നിസ്കാരത്തിൽ പോലും വീഴ്ചയാണ്. പലപ്പോഴും 5 മണിക്ക് ആ ഒരു 4:57 ബാങ്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നേരത്തല്ലേ, കുറച്ചേരം കൂടി കുട്ടികൾ ഉറങ്ങിക്കോട്ടെ എന്നാ പറയാ. അതാണ് നീച്ച എന്റെ പണിയൊന്നും നടക്കൂല എന്നാ പറയാ. അത് നീച്ച എന്റെ പണിയൊന്നും നടക്കൂല എന്ന് പറയാ. അല്ലെ കുറച്ചേരം കൂടി ഉറങ്ങിയിട്ട് നീച്ചാ മതിയല്ലോ എന്നാ പറയാ. നമുക്ക് പൂതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല.
ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ആഗ്രഹത്തിനനുസരിച്ച പ്രവർത്തനം കൂടി ഉണ്ടാകുമ്പോഴാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന ചിന്ത നമ്മുടെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവരെ കാര്യമായിട്ട് തന്നെ കടന്നു വരേണ്ടതുണ്ട്. മക്കളെ, കുടുംബത്തെയൊക്കെ ബോധ്യപ്പെടുത്തണം. നന്മയുണ്ടെങ്കിൽ മാത്രമാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. തിന്മകൾ ഏതെങ്കിലും രൂപത്തില് കുടുംബത്തിലെ തിന്മകളെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ അത് തിരുത്താൻ നമ്മളല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക? നമ്മളല്ലാതെ ആ ഒരു തിന്മയെ തിരുത്താൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പലപ്പോഴും തിന്മകളൊക്കെ ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നോർമലൈസ് ചെയ്യുക, വളരെ നിസാരമാക്കുകയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് ആർക്കുള്ളതാ? നിങ്ങളൊരു തിന്മയെ കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ സാധ്യതയുള്ളത് സ്വന്തം കുടുംബത്തിലല്ലേ? സ്വന്തം കുടുംബത്തിലല്ലേ? ഇനിയോ ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാവിനാൽ പറയണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട ഹൃദയം കൊണ്ടൊക്കെ. ഈ ആദ്യത്തെ രണ്ടും പറയാൻ ഏറ്റവും സാധ്യതയുള്ളത് നമ്മുടെ കുടുംബത്തിലാണ്. പക്ഷെ നമ്മളത് പറയാൻ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, സലാസുൻ, അതേ 3 വിഭാഗം ആളുകളുണ്ട്. ഖദ് ഹറമല്ലാഹു തആല അലൈഹിമൽ ജന്ന, അവർക്ക് നാളെ സ്വർഗ്ഗം ഹറാമാണ്. അതിനൊന്ന് പരിചയപ്പെടുത്തിയത് മുദ്മിനുൽ ഖംറാണ് പ്രിയപ്പെട്ടവരെ, കള്ള് കുടിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തി. വൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെ പറ്റി പരിചയപ്പെടുത്തി. പിന്നീട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വദയ്യൂസ്, സ്വന്തം കുടുംബത്തിലെ വൃത്തികേടിന് സമ്മതം നൽകുന്നവനാണ് ദയ്യൂസ്. ആ ദയ്യൂസ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേ പല തിന്മകൾക്കും നമ്മുടെ മക്കള് അതിനു വേണ്ടി ഇറങ്ങുമ്പോ, കുട്ടിയല്ലേ കെട്ടിച്ചു വിട്ടാൽ ഇനിയൊന്നും നടക്കില്ലല്ലോ, ഒരു യൂട്യൂബ് ചാനലല്ലേ, ഇന്ന വസ്ത്രമല്ലേ, ഒരു കല്യാണത്തിന്റെ ദിവസമല്ലേ, ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴല്ലേ, ഒന്ന് ടൂറിന് പോകുമ്പോഴല്ലേ എന്ന് പറഞ്ഞ് എത്രയെത്ര തിന്മകളെയാണ് പ്രിയപ്പെട്ടവരെ സമ്മതം മൂടിയത്. ആ സമ്മതം മൂടിയ ദയ്യൂസ് ഉണ്ടല്ലോ, ആ ദയ്യൂസ് നാളെ സ്വർഗത്തിൽ കടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദയ്യൂസ് നാളെ സ്വർഗത്തിൽ കടക്കൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നിസാരമായിട്ട് കാണും ഇതൊക്കെ. അങ്ങനെ ഓരോന്നും നമ്മുടെ ചിന്തയിലില്ല എങ്കിൽ നമ്മൾ നാളെ നഷ്ടക്കാരാകുമെന്നുള്ളതിൽ പ്രിയപ്പെട്ടവരെ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തിന്മകളെ കണ്ടാൽ അത് കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. സഹോദരിമാരെ, നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭക്ഷണമുണ്ടാക്കി പാകം ചെയ്ത് ടേബിളിന്റെ ആ ഒരു ടേബിൾ മേൽ കൊണ്ടുവച്ച് വിളമ്പിക്കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഭർത്താവിന്റെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ ബാധ്യതയുണ്ട്. വഹിയ മസ്ഊലത്തുൻ, അവൾ ചോദിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരുമ്പോ അതുണ്ട് ഇതുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനെങ്ങനെ ഇപ്പൊ ഇതിനൊക്കെ നിൽക്കുക എന്ന ചോദ്യത്തിന് പോലും പ്രിയപ്പെട്ടവരെ നാളെയുടെ പാരിത്രിക ലോകത്ത് വില പോകില്ല എന്ന ആ ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മക്കളിൽ ചെറിയ തിന്മകൾ കണ്ടാൽ പോലും നോക്കിയ നിങ്ങൾ കുട്ടികളുടെ തെറ്റുകളെ, അബദ്ധങ്ങളെ റസൂലുള്ളാഹി സ്നേഹമധ്യ തിരുത്തിയ എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ സഹാബി വരൻ ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു തആല അൻഹു പറയാ, കുൻതു ഗുലാമൻ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൈ ഇങ്ങനെ ഭക്ഷണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി, യാ ഗുലാം, മോനെ സമ്മില്ലാ, മോനെ നീ ബിസ്മി ചൊല്ലണം ട്ടോ. വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക,
നീ നിന്റെ അടുത്ത് നിന്ന് കഴിക്കണം, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യമല്ലേ? എന്നാൽ ചെറിയ കുട്ടിയായ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ബോധ്യപ്പെടുത്തിയത്. എത്രയെത്ര മക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ ബൈത്തുൽ മാലിലേക്ക് വെച്ച ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എടുത്തു കഴിച്ച സന്ദർഭത്തിൽ വലിച്ചെറിയണം മോനെ, നമുക്കത് ഭക്ഷിക്കാൻ പാടില്ല എന്ന്, നമുക്കത് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് ആ ഒരു ബോധ്യപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമാ ശഅർത അല്ലാ നഅകുല സദഖ, സദഖയിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? സക്കാത്തിന്റെ സമ്പത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിചയപ്പെടുത്തിയത്? നമുക്കല്ലേ? നമുക്കാണല്ലോ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മാമൂലികളുടെ പേര് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ കോപ്രായത്തരങ്ങളുടെയും നാട്ടാചാരങ്ങളുടെയും പേര് പറഞ്ഞ് കുടുംബത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടാറ്. ഒരു കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇംഗ്ലീഷ് അക്ഷരമാണെങ്കിലെ കോർത്തിണക്കിയ പേരുകളാണ്. കസിൻസ് എന്നോ അതല്ല എങ്കിൽ ബ്രദേഴ്സ് എന്നോ ഒക്കെ വിളിച്ചിട്ട് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നു, ആണും പെണ്ണും കൂടിക്കലരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം അറിയാനിട്ടല്ലോ നമുക്ക്, ഇതിന്റെ ആ പേടി, ഇതിന്റെ ആ ഒരു പ്രത്യാഘാതമായി നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് തിരിച്ചറിയാനിട്ടല്ലോ നമ്മൾ. പക്ഷേ നിസാരവൽക്കരിക്കുകയാണ്. ഒക്കെ നിസാര, നമുക്ക് എല്ലാം നിസാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, സ്വർണ്ണമാണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല എന്ന ആ ഒരു അധ്യാപനം ഇറങ്ങിയത് അറിയാത്ത സ്വഹാബി വരെ. അങ്ങനെ നമ്മൾ ആ ഹദീസിനെ വായിക്കണ്ടേ? ആ പാവ അറിഞ്ഞിട്ടില്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റആ ഖാതമൻ, ഒരു മോതിരം ഇങ്ങനെ കാണാ ഒരു സ്വഹാബി വര്യന്റെ കയ്യിൽ. അങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് എടുത്താണ് വലിച്ചെറിഞ്ഞ് പ്രവാചകൻ പോയി. സഹാബത്ത് ചോദിച്ചു, നിനക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ധരിക്കലല്ലേ ഹറാമ്, ധരിക്കലല്ലേ ഹറാമ്, മറ്റെന്തെങ്കിലും ഉപയോഗിച്ചൂടെ? എന്താ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? എന്റെ റസൂല് വലിച്ചെറിഞ്ഞതാ. അത് ഹറാമിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയപ്പോ, അത് നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോ, അത് പാടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ, പ്രിയപ്പെട്ടവരെ, അത് നോർമലൈസ് ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വസ്ത്രത്തിന്റെ വിഷയത്തില് നമ്മൾ എത്രത്തോളം ഗൗരവം കാണിക്കലുണ്ട്, എത്രത്തോളം മേഖലയിലാണ് നിസ്സാരവൽക്കരിക്കാറുള്ളത്. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ഗൗരവമായ അധ്യാപനങ്ങളാണ് തദ്വിഷയത്തിൽ കാണാൻ സാധിക്കുക എന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, കാസിയാത്തുൻ ആരിയാത്ത്. പള്ളിയിലേക്ക് വരുമ്പോൾ പർദ്ദ ധരിച്ചു വരുന്നവര്, ഒരു കല്യാണത്തിന് പോകുമ്പോ, മറ്റൊരു ഫംഗ്ഷന് പോകുമ്പോ, അതേ ഇന്നെന്റെ സമൂഹത്തിൽ ഏറെ ട്രെൻഡായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രം ഏതാണോ ആ വസ്ത്രമാണ് മുസ്ലിം ഉമ്മത്ത് പോലും ചൂസ് ചെയ്യുന്നത്. അത് ഇട്ടിട്ടുകൊണ്ടാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. എന്തേ ലക്ഷ്യം? ഞാനിട്ട ഈ വസ്ത്രമില്ലേ, അത് കുറച്ചാളുകൾ കാണട്ടെ, എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിക്കട്ടെ, എന്റെ അങ്കലാവണ്യങ്ങൾ കാണട്ടെ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും. റസൂലുള്ളാഹി പറയുകയാണ്, വസ്ത്രം ധരിച്ച കുറെ പെണ്ണുങ്ങളുണ്ട്, എന്നാൽ ആരിയാത്ത്, എന്നാൽ ധരിച്ചെങ്കിലും അവര് നഗ്നരാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികൾ പരിചയപ്പെടുത്തിയതെന്താ? സൗബുൻ റഖീഖ്, നേരിയ വസ്ത്രങ്ങളാകാം, ശരീരത്തിലെ കാര്യങ്ങൾ പുറത്തു കാണുമാറുള്ള വസ്ത്രങ്ങളാകാം. മുമീലാത്തും മായിലാത്ത്, ഒരു മുസ്ലിം സ്ത്രീയുടെ മര്യാദകൾക്ക് ഘടകവിരുദ്ധമായ രൂപത്തില് ഇടപെടുന്നവരുണ്ട്, വർത്തമാനം പറയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്.
തന്റെ വീടിന്റെ ഉള്ളിൽ നിന്നല്ല, തന്റെ റൂമിന്റെ ഉള്ളിൽ നിന്നല്ല, അന്യപുരുഷന്മാരെല്ലാവരും കാണുന്ന സ്ഥലത്തെന്നാണ്, യാതൊരുവിധ ലക്കും ലകാനവുമില്ലാതെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ലാ യദ്ഖുലുനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. വലാ യജിദിന റീഹ, നാളെ സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കൂല. സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ ഈ വിഷയത്തിലൊക്കെ കണ്ട ഗൗരവം സഹോദരിമാരെ നമ്മൾ അറിയണം. പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, നമ്മൾ അറിയണം. മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ, തന്റെ ഇണക്ക് വസ്ത്രം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്നറിയോ തൗഹീദിന്റെ ആ ഒരു സജീവമായ ആ ഒരു മേഖലയിൽ ഇടപെടും. ഓളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞിട്ട്, ഓളെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അല്ലെങ്കിൽ മൂപ്പരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ കുറെ പറയണു, അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മൂപ്പര് ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അങ്ങനെ നിസാരവൽക്കരിക്കേണ്ടതല്ല പ്രിയപ്പെട്ടവരെ കുടുംബം എന്നുള്ളത്. അങ്ങനെ ഒരു രൂപത്തിൽ ആ ഒരു വെറുതെ വ്യതയ ഒഴിവാക്കേണ്ട കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അയ്യുൽ മാലി ഖൈർ. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുക, ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ് റസൂലേ? അള്ളാന്റെ റസൂൽ 3 കാര്യങ്ങൾ എണ്ണി. അതിൽ അള്ളാന്റെ റസൂൽ എണ്ണിയത് വസൗജത്തുൻ മുഅ്മിനാ, മുഅ്മിനായ ഇണയും തുണയുമാണ്. തുഈനുഹു അലാ ദീനിഹി, തന്റെ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുന്ന ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ അവരെയൊക്കെ മറമാടിയ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ളൊരു മര്യാദയുണ്ട്. അതേ ഒന്ന് ഉപ്പയാണ്, രണ്ടാമത്തെ സ്വന്തം ഭർത്താവാണ്. പലപ്പോഴും ഹിജാബ് ധരിക്കാതെ ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ ആ സ്ഥലത്തേക്ക് പോയിരുന്നു എന്നുള്ളതാ. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയത് മുതൽ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി ഹിജാബ് ധരിക്കാതെ ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ഖബറിലാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പോലും വസ്ത്രത്തിന്റെ മര്യാദയിൽ, ഇസ്ലാമികമായ മര്യാദ പാലിക്കേണ്ട മേഖലയിൽ എത്ര സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ കോരിത്തെരിപ്പിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ ചേർത്തി വെക്കേണ്ട വാക്കുകളാ. ഫാത്തിമാനെ ഖബറടക്കുന്ന സമയം രാത്രിയാകാൻ ശ്രദ്ധിക്കണേ. വെള്ള തുണിയിൽ ഫാത്തിമാനെ മറമാടല്ലേ. അബിസീനിയ അറബികളുടെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന സമയം, അറബികളുടെ മയ്യത്ത് കട്ടിലെ പ്രിയപ്പെട്ടവരെ മുകൾ ഭാഗവും 2 പാർശ്വഭാഗങ്ങളും മറയില്ലാത്തതാണ്. മറയില്ലാത്തതുകൊണ്ട് എൻ്റെ ശരീരം അന്യപുരുഷന്മാരെ കാണാനിടയാവൂലേ. അതുകൊണ്ട് അബിസീനിയക്കാരുടെ മയ്യത്ത് കട്ടിലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നടക്കം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇതൊന്നും ഓവറല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയാണ്. അസ്മാ ബിൻത് ഖുമൈസ് റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, അവരെയൊക്കെ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെയൊക്കെ കണ്ടത്. ഏറെ ഗൗരവമുള്ള ഭീകരമായ കാര്യങ്ങൾ പറയുകയല്ല. പാൽക്കാരൻ അന്യനാണ്, മീൻകാരൻ അന്യനാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇസ്ലാമിക വസ്ത്രധാരണം കാത്തു സൂക്ഷിക്കുന്ന നാം അന്യനായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോകുമ്പോൾ അരക്കൈയുള്ള മാക്സി ഇട്ടുകൊണ്ട്, അരക്കൈയുള്ള ചുരിദാർ ഇട്ടുകൊണ്ട്, രാത്രിയിൽ മാത്രം ഇടാൻ പറ്റുന്ന നൈറ്റി പോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നാം ഇറങ്ങുന്നത്. അതിനുപോലും നമുക്ക് ഗൗരവമല്ല. പലപ്പോ ടൗണിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഹിജാബ് ധരിച്ച് പറഞ്ഞു ധരിക്കും. അവിടെ അന്യനും ഇവിടെ അന്യനും പ്രിയപ്പെട്ടവരെ ഒന്നല്ലേ, രണ്ടല്ലല്ലോ. അന്യൻ എന്ന കാറ്റഗറിയിൽ നിന്ന് ആരും ഒഴിയുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ. പഴയ അജ്ഞാത കാലത്തെ സ്ത്രീകൾ സൗന്ദര്യ പ്രകടനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്താൻ പാടില്ല. പഴയ അജ്ഞാന കാലത്തെ സ്ത്രീകൾ, ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ സൗന്ദര്യ പ്രകടനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്താൻ പാടില്ല എന്നാണ്. ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഇൻസ്റ്റയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റെല്ലാ ഗ്രൂപ്പുകളിലും കോസ്മെറ്റിക് വസ്തുക്കളുടെ തരംഗ വെളുക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ക്രീം തേച്ചാൽ നമ്മുടെ ഷെയ്ഡ് ഇല്ലാതാവും, ഇതാവും, ഇതാണ് ചർച്ച. ഇതൊക്കെ ഉപയോഗിക്കാം. ഇസ്ലാം അനുവദിച്ച ഇസ്ലാമിന്റെ ബൗണ്ടറികളുടെ ഉള്ളിൽ നിന്നു മാത്രം. നാട്ടുകാരുടെ മുന്നിക്ക് ഇതൊക്കെ പട തേച്ചിറങ്ങിയുള്ള അവസ്ഥ എന്താകും പ്രിയപ്പെട്ടവരെ? ഒരു പെണ്ണ് അത്തറ് പൂശിക്കൊണ്ട് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ അവള് വ്യഭിചാരിണിയാണെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട അധ്യാപനങ്ങൾ. എന്താ അല്ല, ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നാളെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ വേണ്ടതുണ്ട്. ദീന് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നോക്കിയേ, നിങ്ങൾ അറിവ് പഠിക്കുന്ന രംഗത്ത് നമ്മൾ കുടുംബമൊത്തം തീരുമാനമെടുക്കണം. അറിവ് പഠിക്കുന്ന രംഗത്ത് ഖുർആൻ ക്ലാസുകൾ പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറം എന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം ദീനീ പഠനത്തിന് യാതൊരുവിധ പ്രയാസവുമില്ലാത്ത നാടാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മലപ്പുറം. എത്ര ഉണ്ട് ദീൻ പഠിക്കാൻ? നമ്മളെ മലപ്പുറം പള്ളി എടുത്ത് നോക്കിയാൽ ഫിഖ് ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഹദീസ് ക്ലാസ് ഉണ്ട്, എത്ര ക്ലാസ്സുകൾ പ്രിയപ്പെട്ട മക്കൾക്ക് സിയാറയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ എത്ര ആൾക്കാർ ഇതിനെയൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നോക്കിയേ, നിങ്ങൾ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് അൽ മുക്സിറൂന ഫീ റിവായത്തിൽ ഹദീസ്. ഈ ചെറിയ പ്രായത്തിലാ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത ആ പദവിയിലേക്ക് ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ എത്തിയത്. 7ഓളം പേരുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേര് എണ്ണിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അറിവ് പഠിക്കുന്ന രംഗത്ത് നമ്മുടേതായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ കുടുംബത്തോടൊപ്പം ഒരു ഖുർആൻ ക്ലാസ്സിന് വരുന്നില്ല, എന്നിട്ട് നമ്മൾ പറയാം ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല വളരുന്നത്, ഞാൻ സ്ഥലമൊന്നും പറയാതെ ഏറ്റവും ഒരു ഉമ്മയും ഉപ്പയും ഏറെ ഖുർആൻ ക്ലാസ്സിനും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ജോലിയിൽ, നല്ല പ്രൊഫഷണൽ ജോലിയിൽ വർക്ക് ചെയ്യുന്ന 2 പേർ. എന്നാൽ അവർ ആ ജോലിക്കിടയിൽ സമയം കണ്ടെത്തിയിട്ട് അതീവ ഗൗരവമായിട്ട് ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നവർ, ദീനി പഠന മേഖലയിൽ ഇടപെടുന്നവർ, പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിനുണ്ട്, അവരെല്ലാത്തിനുണ്ട്. പക്ഷെ മക്കൾ അവരെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നില്ല. അവർ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവര് ഈ സമയത്ത് അവർ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ ചിന്തിച്ചതിൻ്റെ എത്രയോ അപ്പുറത്താണ് ആ മക്കൾ മാറിയത്. അവർക്ക് ആലോചിക്കാൻ പോലും ഒരു ദീനിയായ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ ഉണ്ടായത്. എന്താന്ന് എടുത്തു പറയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചു എത്ര വിഷമം ഉണ്ടാകും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഖുർആൻ ക്ലാസ്സിന് ഓരുണ്ടായി, പക്ഷെ മക്കളെ കൂട്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആ 12:40 ജുമുഅ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇണക്ക്
അവരുടെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് പൂർത്തിയാക്കി നമ്മോടൊപ്പം വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്നക്ക് നേരം ഒഴുകുമെന്ന് പറയാനല്ല. ആ ഒരു ദിവസം ക്രമീകരണം വരുത്തിയിട്ട് ഒരുപക്ഷെ ഒരു 300-400 ചെലവാക്കിയാൽ ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു ജുമാക്ക് നമുക്ക് കുടുംബസമേതം പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള ആ ഖൈറിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഖൈറിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പറയും സമയലജ്ജ് വന്ന നേരം ഒഴുകുന്ന, അല്ലെങ്കിൽ സ്കൂട്ടി മണക്ക് കയറാൻ വയ്ക്കൂലല്ലോ, ഞാൻ പോട്ടേന്നാ. ഒരു ഓട്ടോറിക്ഷയ്ക്ക് 100 രൂപ കൊടുത്താലുള്ള ഗുണം എന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് ഖുർആൻ ക്ലാസ്സിന് വരാൻ തിരക്കാണ്, നേരില്ല. എന്താ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് പഠിക്കുന്ന രംഗത്ത് നമ്മൾ ശക്തമായ ഇടപെടൽ ഉണ്ടായേ മതിയാകും. രണ്ടാമത്തത് ആരാധനകളുടെ വിഷയത്തിലാണ്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്ക ഭാഗത്ത് ഓർമ്മപ്പെടുത്തി, ഒരു നിസ്കാരം പോലും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. നാളെയുടെ വിചാരണയുടെ നാളിൽ ഒന്നാമത്തെ വിചാരണയ്ക്ക് നിസ്കാരം എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം എന്നുള്ളത് നിർണിതമായ സമയത്താണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന രൂപത്തിലാ ളുഹറും അസറും എല്ലാ ദിവസവും ഒരേ സമയത്താണ്. ഒരു 3:15 കയറും, എന്നിട്ട് എന്താ ളുഹർ നിസ്കരിക്കും അസർ നിസ്കരിക്കും. എന്നും ഇളവ് വളവാക്കാൻ പറ്റൂല, പ്രിയപ്പെട്ടവരെ. അള്ളാഹു നൽകിയൊരു ഇളവാണ്. ഇസ്തിഹാദത്ത് പോലെയുള്ള രോഗമുണ്ടാകുമ്പോ അള്ളാഹ് നൽകിയൊരു ഇളവിനെ നമ്മൾ വളവാക്കുക. എന്നും